റെഡ് അലർട്ട് പ്രഖ്യാപനത്തിന് പൂർണ്ണ പിന്തുണ നൽകി മഴ തിമിർത്തു പെയ്യുകയാണ്. ഈ കർക്കിടക മാസത്തിലെ തന്നെ ഏറ്റവും നല്ല മഴ കിട്ടിയ ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയത്. വീട്ടിലെ ചെടികൾക്കുള്ളിൽ കൂടൊരുക്കിയ കുരുവിയും മക്കളും മഴയെ ഭയന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇന്നലെ മുതൽ പെയ്യുന്ന മഴയിലും ഉരുൾപൊട്ടലിലും ഒരുപാട് വെള്ളം പുഴയിലും തോടുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മിയക്കുട്ടിക്ക് ഈ വെള്ളപ്പൊക്കമൊന്നും വലിയ പരിചയമില്ല. വെള്ളത്തിൻ്റെ ഈ നിറമാറ്റവും ഒഴുക്കും അവളെ ഭയപ്പെടുത്താതിരുന്നില്ല. ഓരോരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അത് ചെന്നു നിന്നത് ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുടെ കാര്യത്തിലുമൊക്കെയാണ്. വെള്ളത്തിലൂടെ കുറച്ചു സമയം നടക്കാമെന്ന് കരുതി വെള്ളം കയറിയ ഒരു റോട്ടിലേക്ക് ഞങ്ങൾ നടന്നു ചെന്നു. ഈ വഴിയെ സ്കൂട്ടറിലും കാറിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അവൾ വെള്ളത്തിലൂടെ നീന്തി പോകുന്നത്. മഴയാണ്, തണുപ്പാണ് എന്നൊക്കെ അമ്മ പറഞ്ഞെങ്കിലും ഇതൊക്കെ ഓരോ അനുഭവങ്ങളല്ലേ. അവളതൊക്കെ ആസ്വദിക്കട്ടെ എന്ന് കരുതി അവളെയും കൂട്ടി ഞങ്ങൾ ഇറങ്ങി. വെള്ളത്തിൽ മീനുണ്ടോ പാമ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരുന്നു. പറമ്പിലും പാടത്തും പുഴ ഏതാ വഴി ഏതാ എന്നറിയാത്ത വിധത്തിൽ വെള്ളമായി. പുഴയോട് ചേർന്ന് കിടക്കുന്ന പല വീടുകളിലും ഇതിനോടകം വെള്ളം കയറിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പുഴയുടെ തീരത്തെത്തി. ഈ പുഴ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. എൻ്റെ കൊച്ചുനാൾ മുതലേ ഞാൻ ഈ പുഴയുടെ വിവിധ ഭാവങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ന് പുഴ വല്ലാതെ കലങ്ങി കുത്തൊഴുക്കോടെ ഒഴുകുന്നു. എല്ലാ മഴക്കാലത്തും ഞങ്ങളിത് കണ്ടിട്ടുള്ളതുമാണ്. മിയക്കുട്ടി ഓരോ കാട്ടുചെടികളും പൂക്കളും ഒക്കെ പറിച്ച് നടക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക്. കിട്ടിയ അവസരം ആസ്വദിക്കാൻ ഞങ്ങൾ രണ്ടുപേരും മറന്നില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ഇങ്ങനെ നടന്നിട്ടുണ്ട്. ആ ഓർമ്മകളും പൊടിതട്ടി കിട്ടിയ അവസരം ഒട്ടും പാഴാക്കാതെ അവളുടെ കൂടെ ഞാനും കൂടി. ഇന്ന് ഈ വെള്ളപ്പൊക്കം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 2018 വെള്ളപ്പൊക്കമാണ്. ആ വെള്ളത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ പകുതിയോളം വെള്ളം കയറിയിരുന്നു. ഇപ്പോഴും അത് ഓർക്കാൻ തന്നെ സാധിക്കുന്നില്ല. അത്രയും ഭീകരമായിരുന്നല്ലോ ആ സമയം. ഈ കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലെത്തിയപ്പോൾ വല്ലാണ്ട് വിശന്നിരുന്നു. അമ്മ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ വക ചമ്മന്തി അരച്ചേക്കാമെന്ന് ഞാനും വെച്ചു. ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, തേങ്ങ, കുറച്ച് വേപ്പില. ഞാൻ ഉപ്പ് കൂടെ ചേർത്താണ് അരക്കുന്നത്. പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും വേപ്പിലയും കൊല്ലമുളകും മൂപ്പിച്ച് അതിലേക്ക് അരച്ച് വെച്ച ചമ്മന്തി ഒഴിച്ച് തിളക്കാതെ വാങ്ങുക. ഇഡലി റെഡിയായിട്ടുണ്ടേ. ചായയും റെഡിയായി. ഇനി ഇന്നത്തെ ചായ കൂടി കുറച്ച് രാജകീയമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇഡലി വേവിച്ചതിൻ്റെ കൂടെ കുറച്ച് ഏത്തപ്പഴം കൂടി പുഴുങ്ങിയിരുന്നു. അപ്പോഴാണ് അച്ഛൻ കുറച്ച് വട കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാം കൂടി വിഭവസമൃദ്ധമായ ഒരു ചായ കൂടി. മഴയുടെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം ചായകുടിയിലുടനീളം പഴയ കഥകളും ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെ പറ്റിയും തന്നെയായിരുന്നു ചർച്ച.